അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിങ്ങിൻ്റെ നേരുന്നു. ഇന്ന് ന്യൂസ് അധികം ഇല്ലാത്തൊരു ഡേയും കൂടിയാണ്. സോ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മളൊരു പുതിയൊരു ക്ലയൻറ്റിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അക്കൗണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്ന. ആളുടെ ഫേസ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ആളുടെ 3 ദിവസത്തെ പ്രോഫിറ്റബിൾ ഡേ ആണ് കഴിയേണ്ടത്. അപ്പോൾ നമുക്ക് ആളുടെ അക്കൗണ്ടിലേക്ക് പോവാം. ഇതാണ് അക്കൗണ്ട്. അറൗണ്ട് ഒരു $470.55 നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ഡേ പ്രോഫിറ്റബിൾ ഡേ കഴിഞ്ഞു, ഇനി 2 ഡേയും കൂടി ഉണ്ട്. ഇതാണ് നമ്മുടെ അതായത് ടോട്ടൽ നമ്മൾ 1 2 3 4 5 ട്രേഡ് എടുത്തതിൽ 3 ലോസ് വന്നിട്ടുണ്ട്. നമുക്ക് 2 വിൻ റേറ്റും വന്നിട്ടുണ്ട്. വിൻ റേറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ നല്ല രീതിയിൽ തന്നെ. കാരണം നമുക്ക് വന്ന ലോസിനേക്കാളും ഓവറായിട്ട് നമ്മുടെ ഒരു വിൻ റേറ്റ് 2 വന്നു. നമ്മളതിൽ തന്നെ ഹാപ്പിയാണ്, കസ്റ്റമർ ഹാപ്പി ആയിരുന്നു. ഇതാണ് ഇപ്പോൾ നമ്മൾ മെയിൻലി പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇന്ന് ഓൾറെഡി ഒരു ട്രേഡ് നമ്മളിന്ന് എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളിവിടെ ചാർട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രേഡ് ഓൾറെഡി റണ്ണിങ് ആണ് എൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി അക്കൗണ്ട് ഹാൻഡിലിങ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളെ അക്കൗണ്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ വഴി പർച്ചേസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് സർവീസ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ അക്കൗണ്ട് സർവീസിന് വേണ്ടിയിട്ട് എൻക്വയറി കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻക്വയറി എത്രയും പെട്ടെന്ന് ചെയ്യുന്നവർക്ക് അതനുസരിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. നമ്മൾ ഓൾറെഡി ഇപ്പോൾ 13 ക്ലയൻസോളം നമുക്കുണ്ട്. ഈ 13 ക്ലയൻസിൽ 3 ക്ലയൻസിൻ്റെ അക്കൗണ്ട് ഒരാളുടെ ഫേസ് 1 ബാക്കി 2 പേരുടെ ഫേസ് 2 നമ്മൾ റണ്ണിങ്ങിലാണ്. ബാക്കി 2 പേരുടെ ഫേസ് 1 കഴിഞ്ഞു, അതിന് ഫേസ് 2 കയറി. നമ്മൾ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കണതെന്ന്. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ കൺഫേം പറയാൻ പറ്റില്ല. ബാക്കി 13 പേരുണ്ട്. 13 പേരുടെ വീഡിയോസും ഇനി വരുന്നുണ്ട്. നമുക്കപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു കൺഫർമേഷൻ പറയാൻ പറ്റില്ല. മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യാം. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിലാണ് കിടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ പൊസിഷനിൽ കിടക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് നേരത്തെ പൊസിഷൻ ഇട്ട് വെച്ചേക്കന്നെയാണ്. ഇത് ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട് പൊസിഷനിൽ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മളൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ഇപ്പം നിങ്ങൾക്ക് അക്കൗണ്ട് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, വർക്കിനിടയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളാകെ നിങ്ങളുടെ കയ്യിൽ നിന്ന് സർവീസ് ചാർജ് മാത്രം വാങ്ങിക്കുന്നുള്ളൂ. അതായത് ഫേസ് 1ൻ്റെയും ഫേസ് 2ൻ്റെയും കൂടിയിട്ടുള്ള ഒറ്റ സർവീസ് ചാർജാണ്. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യേണ്ടവർക്കും ജോയിൻ ചെയ്യാം. നമ്മൾ സർവീസ് എടുത്തവർക്കാണ് നമ്മൾ മെയിൻലി കമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്നത്. കാരണം അവർ ഫണ്ടഡ് അക്കൗണ്ട് കിട്ടിയതിന് ശേഷം അതിൻ്റെ അകത്ത് അവർക്ക് ട്രേഡും കാര്യങ്ങളും നമ്മൾ പ്ലേസ് ചെയ്യും. നമ്മുടെ ഡെയിലി അനാലിസിസും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ബേസിൽ അവർക്ക് അതിൻ്റെ അകത്ത് ട്രേഡും കാര്യങ്ങളൊക്കെ എടുത്തു പോകാൻ പറ്റുന്നതാണ്. അക്കൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസ് വേണമെന്നുള്ളവർക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മളെപ്പോഴും ഏബിൾ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ കോൺടാക്ട് ചെയ്യുക ആ രീതിയിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ നിങ്ങളുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഫേസ് 1 ഫേസ് 2 ഒക്കെ മാസമാക്കി ലൈവ് അക്കൗണ്ട് കയറ്റാനും ലൈഫ് ടൈം നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളതിന് ഒരു സർവീസ് ചാർജ് വാങ്ങിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് മെയിലിൽ പറയാനുള്ളത്. അപ്പോൾ ഇതായിരുന്നു അക്കൗണ്ട് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ ആദ്യം ഒരു ലോ അടിച്ചടിച്ച് പോയിട്ടാണ് പിന്നെ അക്കൗണ്ട് കയറിയത്. ഈ അക്കൗണ്ട് ഇന്നലെ പാസ്സായതെന്ന് വെച്ചാൽ CPIയുടെ ന്യൂസ് ഇന്നലെ ഉണ്ടായിരുന്നു അല്ലേ. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് CPIയുടെ ന്യൂസ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ ഒരു ബൈ എൻട്രി ആണ് പ്ലേസ് ചെയ്ത് വെച്ചത്. ആ ബൈ എൻട്രി അത്യാവശ്യം നമ്മുടെ ഒരു CPIയുടെ ന്യൂസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ടാർഗറ്റ് അടിച്ച് കിട്ടി. സോ അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അപ്പ് ചെയ്ത് കയറ്റി. ഇനിയിപ്പോൾ ഇതിലൊരു സെക്കൻഡ് ട്രേഡ് എടുക്കണം, എന്നാലും സെക്കൻഡ് പ്രോഫിറ്റബിൾ ഡേ ആവത്തുള്ളൂ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അക്കൗണ്ടും കാര്യങ്ങളും പാസ്സാക്കി തരണം എന്നുള്ള എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മൾ ട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. നമ്മളെന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓൾസോ വീഡിയോ കാണുന്ന എത്രയും പേര് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ട്രൈ ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, ഭയങ്കരമായിട്ടും നമുക്ക് കുറവാണ്. കാരണം ചാനൽ അത്രയും ആൾക്കാർ വീഡിയോസ് കണ്ടു പോകുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് അത്ര ആയിട്ടില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാം. നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനിവേ നമ്മളിപ്പോൾ ഈ അക്കൗണ്ട് പിന്നെ നമ്മുടെ അക്കൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസിനെ കുറിച്ച് പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ നമ്മൾ ഡീപ്പായിട്ടുള്ള കുറച്ച് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. നാളെ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇനി മുതൽ സൺഡേസിലേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി മുതൽ എല്ലാ സൺഡേസിലും വീഡിയോ. കാരണം
ഫ്രൈഡേ മാർക്കറ്റ് കഴിഞ്ഞ് സാറ്റർഡേ ഒന്ന് ഫ്രീ ആയി, പിന്നെ ഒന്ന് സൺഡേ വീഡിയോ ചെയ്യാം. അതായത് സാറ്റർഡേ ചെയ്ത് വെച്ചിട്ട് സൺഡേ അപ്ലോഡ് ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അക്കൗണ്ട് സർവീസ് വേണ്ടവർക്ക് നമ്മൾ എൻക്വയറി ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.